ഹലോ ഗൈസ്, ഞാനൊരു പാർട്ട് ടൈം ട്രേഡറാണ്. ഇൻട്രാഡേ ഓപ്ഷൻ ട്രേഡ് ചെയ്യാറുണ്ട്. അതുപോലെ സ്റ്റോക്കിലും ETF-ലും മ്യൂച്വൽ ഫണ്ടിലും ഒക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാറുണ്ട്. സോ ഈ കാണുന്നത് എൻ്റെ അപ്സ്റ്റോക്സിൻ്റെ അക്കൗണ്ടാണ്. ഇതിൽ മെയിനായിട്ടും ഞാൻ സ്റ്റോക്കിലും ETF-ലുമായിട്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഒട്ടുമിക്ക സ്റ്റോക്കുകളും ഈ ഒരു വർഷത്തിനുള്ളിൽ തന്നെ വാങ്ങിയതാണ്. എന്തായാലും ഈ പോർട്ട്ഫോളിയോയുടെ ഒരു പെർഫോമൻസ് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഒരു ഡിസ്ക്ലെയിമർ ഉണ്ട്. സോ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഓൾവേസ് റിസ്ക്കിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിലെ സ്റ്റോക്കുകൾ കണ്ടിട്ട് നിങ്ങൾ ബ്ലൈൻഡ്ലി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തരുത്. കാരണം എൻ്റെ പേഴ്സണൽ സ്ട്രാറ്റജിയും അല്ലെങ്കിൽ റിസ്ക് മാനേജ്മെൻറ്റും ഒക്കെ കൺസിഡർ ചെയ്തിട്ടാണ് ഞാൻ സ്റ്റോക്കുകൾ സെലക്ട് ചെയ്തിട്ടുള്ളത് ഇവിടെ. ഓക്കെ, അപ്പോൾ നമുക്ക് എൻ്റെ പോർട്ട്ഫോളിയോയിലോട്ട് വരാം. സോ ഇവിടെ നമ്മൾ ടോട്ടൽ 16 സ്റ്റോക്സ് ആണ്. ഇതിൻ്റെ അകത്ത് കുറച്ചൊക്കെ ETF-ഉം വരും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ളത്. എൻ്റെ ടോട്ടൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 3.15 ലാക്ക് ആണ്. അതിൽ നിന്നുള്ള ഇപ്പോൾ കറണ്ട് വാല്യൂ എന്ന് പറയുന്നത് 4.30 ലാക്ക്. റിട്ടേൺ എന്ന് പറയുന്നത് 1.15 ലാക്കാണ്. അതെന്ന് പറയുന്നത് എൻ്റെ ക്യാപിറ്റലിൻ്റെ 36.6% ആണ് ഉള്ളത്. എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു നല്ലൊരു റിട്ടേൺ ആണ്. നമുക്ക് എന്തായാലും പെട്ടെന്ന് ഓരോ സ്റ്റോക്സിൻ്റെയും ഓവറോൾ പെർഫോമൻസ് എന്താണെന്ന് പെട്ടെന്നൊന്ന് വിലയിരുത്താം. ആദ്യമായിട്ടുള്ളത് ഗോൾഡ് ബീസ് ആണ്. ഗോൾഡ് ബീസ് എന്ന് പറയുന്ന ഒരു ഗോൾഡ് ETF ആണ്. ഇതെന്ന് പറയുന്നത് 33% ആണ് റിട്ടേൺ കിട്ടിയിട്ടുള്ളത്. SBI സ്റ്റോക്ക് ഞാൻ 2 വീക്സ് ബിഫോർ ആണ് വാങ്ങിയിട്ടുള്ളത്. അത് 2% റിട്ടേൺ തന്നിട്ടുണ്ട്. ജൂനിയർ ബീസ് എന്ന് പറയുന്നത് ഒരു ETF ആണ്. അത് 73.41% ആണ് റിട്ടേൺ കാണിക്കുന്നത്. ലിക്വിഡ് ബീസ് കാര്യമായ റിട്ടേൺ ഒന്നും കാണിക്കുന്നില്ല. റിലയൻസ് നമുക്കൊരു 32% റിട്ടേൺ തന്നിട്ടുണ്ട്. നിഫ്റ്റി ബീസ് എന്ന് പറയുന്നത് ഒരു ETF ആണ്. നിഫ്റ്റിയുടെ ETF ആണ്. അത് 37.81% പ്രോഫിറ്റിലാണ് ഓൾറെഡി. ജിയോ ഫിനാൻസ് 222.99% റിട്ടേൺ, വളരെ വലിയൊരു റിട്ടേൺ ആണ് ജിയോ ഫിനാൻസ് തന്നിട്ടുള്ളത്. കോഡക് ബാങ്ക് 3% റിട്ടേൺ. ടാറ്റ പവർ 113.23% റിട്ടേൺ തരുന്നുണ്ട്. ജിൻഡൽ സ്റ്റീൽ 159.62% റിട്ടേൺ തരുന്നുണ്ട്. LIC 30% റിട്ടേൺ തരുന്നുണ്ട്. ദീപക് നൈട്രേറ്റ് 60.62% റിട്ടേൺ തരുന്നുണ്ട്. ഓൺ മൊബൈൽ 5.45% തരുന്നുണ്ട്. ഡീലിംഗ് ഇന്ത്യ 300+. എനിക്ക് തോന്നുന്നത് ഡീലിംഗ് ഇന്ത്യയാണ് ഈ പോർട്ട്ഫോളിയോയിൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് തരുന്നത്. ഇപ്പോൾ 308.89% റിട്ടേൺ തരുന്നുണ്ട്. മുത്തൂറ്റ് ക്യാപ്പ് 11.36% റിട്ടേൺ തരുന്നുണ്ട്. പവർ ഗ്രിഡ് റീസെൻ്റ്ലി വാങ്ങിയതാണ്. 15.7% റിട്ടേൺ തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ അക്കൗണ്ടിൽ നോക്കിയാൽ ഇതിൽ എല്ലാ സ്റ്റോക്സും ഗ്രീൻ തന്നെയാണ്. ഒന്നും ലോസിൽ റൺ ചെയ്യുന്നില്ല. സോ ഒരു വർഷത്തിനുള്ളിൽ ഇത്തരം 36.6% റിട്ടേൺ നേടുക എന്ന് പറയുന്നത് വളരെ വലിയൊരു നേട്ടമായിട്ടാണ് കാണുന്നത്. എന്തായാലും നമുക്കൊരു ഫുൾ ടൈം ജോബ് ഉണ്ടെങ്കിലും പാർട്ട് ടൈം ആയിട്ട് അല്ലെങ്കിൽ സൈഡായിട്ട് ഇത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താൽ വളരെ മാന്യമായൊരു റിട്ടേൺ നേടാൻ കഴിയുമെന്ന് കാണിക്കുകയാണ് എൻ്റെ ഈ വീഡിയോയുടെ ഉദ്ദേശം. താങ്ക് യു ഗൈസ്.